ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. പുൽക്കൂട്ടിൽ പിറന്ന യേശുനാഥൻ്റെ കൃപയും സമാധാനവും സന്തോഷവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു ഇന്ന് നമുക്ക് വേണ്ടി കാലിത്തൊഴുത്തിൽ, ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ഈ രാത്രിയിൽ വേദനയിലും നിസ്സഹായതയിലും നിരാശയിലും അന്ധകാരത്തിലും പാപത്തിലും അപമാനത്തിലും ദുഃഖത്തിലും പരിഹാസങ്ങളിലും അട്ടഹാസങ്ങൾക്കും ഇടയിൽ വസിക്കുന്ന തകർന്നുപോയ ജീവിതത്തിൻ്റെ ഉടമകളായ നമുക്കോരോരുത്തർക്കും രക്ഷയുടെ വാഗ്ദാനമായാണ് ക്രിസ്തു പിറന്നത്. നമ്മോടുള്ള അനന്തമായ സ്നേഹത്തെ പ്രതി പിതാവായ ദൈവം മനുഷ്യന് പാപം തിരിച്ചറിഞ്ഞ ആ സമയം മുതൽ നമ്മെ രക്ഷിക്കുവാൻ, പാപക്കെട്ടിലായിപ്പോയ നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ, വീണ്ടെടുക്കുവാൻ പിതാവിൻ്റെ ആ സ്നേഹം ഇന്ന് ക്രിസ്തുനാഥൻ്റെ ജനനം ആഘോഷിക്കാൻ നമ്മെ ഓരോരുത്തരെയും ഒരുക്കിയിരിക്കുന്നു. അവിടുത്തെ അനന്തമായ സ്നേഹത്തെ പ്രതി ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കാം. നമ്മുടെ ഈ അവസ്ഥയിൽ ഒരു മാറ്റം വരാൻ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. അവിടുന്ന് ഇമ്മാനുവേലായ ദൈവമാണ്. ദൈവം നമ്മോടുകൂടെ, രക്ഷകൻ നമ്മോടുകൂടെ. ഈ രാത്രിയിൽ നമ്മുടെ സഹനങ്ങളെ ഏറ്റെടുക്കാൻ, നമ്മുടെ വേദനകളെ ഏറ്റെടുക്കാൻ, നമ്മുടെ പരാജയങ്ങളെ, തകർച്ചകളെ ഏറ്റെടുക്കാൻ, നമ്മുടെ നിസ്സഹായതയെ ഏറ്റെടുക്കാൻ, നമ്മുടെ ഏകാന്തതയെ ഏറ്റെടുക്കാൻ, നമ്മുടെ ദാരിദ്ര്യത്തെ, പട്ടിണിയെ ഏറ്റെടുക്കാൻ, നമ്മുടെ ഓരോ രോഗങ്ങളെയും ഏറ്റെടുക്കാൻ, നമ്മുടെ ദുഃഖം ഏറ്റെടുക്കാൻ കർത്താവായ യേശു ഇന്ന് നമുക്ക് വേണ്ടി പിറന്നിരിക്കുന്നു. ആ ക്രിസ്തുനാഥൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും ഈ രാത്രിയിൽ നമുക്ക് വിശ്വസിക്കാം. അവിടുന്ന് നമ്മോട് കൂടെയുണ്ട്. എമ്മാനുവേലായ ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ സഹനങ്ങളെ, നമ്മുടെ വേദനകളെ ചെറുത്തു തോൽപ്പിക്കാൻ, അതിജീവിക്കാൻ, കീഴടക്കുവാൻ ക്രിസ്തു ഇന്ന് അവൻ്റെ സമാധാനത്താൽ നമ്മെ നിറയ്ക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ക്രിസ്തുദേവൻ്റെ ഈ പുൽത്തൊട്ടിയിൽ നമുക്ക് സമർപ്പിച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസേപ്പ് പിതാവും യേശുവിനെ, ഉണ്ണീശോയെ എങ്ങനെ സ്വീകരിച്ചുവോ അതുപോലെ ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി ആദരവോടെ, ബഹുമാനത്തോടെ നമുക്കും ദൈവപുത്രനായ ഈശോയെ സ്വീകരിക്കാം. നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താം. ധൈര്യമായിരിക്കൂ, കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. വിശ്വാസത്തോടെ നമ്മുടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിനു മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ്
നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ക്രിസ്മസ് രാത്രി ആചരിക്കുന്ന ഉണ്ണീശോയുടെ തിരുപ്പിറവി ആചരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവിൻ്റെ സമാധാനം കൊണ്ട് ഞങ്ങളെ ഈ രാത്രിയിൽ നിറയ്ക്കണമേ. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവർക്ക് ഉദിച്ച ഒരു പുതിയ ദീപ്തിയായ യേശുവിൻ്റെ ജനനം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സകല അന്ധകാരങ്ങളും മാറ്റി സകല ബന്ധനാവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങളെ അതിജീവിക്കാൻ, ദുഃഖത്തെ മറികടക്കാൻ, വേദനയെ കീഴ്പ്പെടുത്തുവാൻ കർത്താവേ, നിന്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. ഉണ്ണിയായ ഈശോയെ, നിന്നെ കാണാൻ വന്ന ആട്ടിടയന്മാരെ പോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നിന്നെ കാണാൻ വന്ന 3 രാജാക്കന്മാരെ പോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഇന്ന് ഞങ്ങളായിരിക്കുമ്പോൾ ആ തിരുപ്പിറവിയുടെ മുൻപിൽ ഞങ്ങളായിരിക്കുന്ന അനുഭവം ഇപ്പോൾ ഞങ്ങൾക്ക് തരണമേ. ഉണ്ണിയായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കടമ്പകളും കടക്കുവാൻ, എല്ലാ തിക്താനുഭവങ്ങളെയും അതിജീവിക്കുവാൻ, എല്ലാ സഹനങ്ങളെയും പൊരുതി ജയിക്കുവാൻ, എല്ലാ വേദനയെയും മറികടക്കുവാൻ, കീഴ്പ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങൾക്ക് ശക്തി നൽകി ഇന്ന് നീ ഞങ്ങളുടെ ഹൃദയത്തിൽ പിറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേലായ ഈശോയെ, ഇന്ന് ഏകാന്തത അനുഭവിക്കുന്ന എല്ലാവർക്കും നിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി ആഘോഷാരവങ്ങൾക്ക് മുന്നിൽ ഒറ്റപ്പെട്ടുപോയ പല ജീവിതങ്ങൾ ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. കർത്താവേ, ചുറ്റിനും ഒത്തിരി ആഘോഷങ്ങൾ ഉയരുമ്പോൾ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഭവനത്തിൽ, ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ഒത്തിരി ആഘോഷങ്ങൾ ആഘോഷിക്കുമ്പോൾ, ഒത്തിരി പ്രകാശ വിളക്കുകൾ തെളിക്കുമ്പോൾ, നക്ഷത്ര വിളക്കുകൾ ചുറ്റിനും തെളിയുമ്പോൾ, കർത്താവേ, ഉണ്ണിയായ ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തിലെ അന്ധകാരത്തിൽ നീ പിറക്കണമേ. പുൽക്കൂട്ടിലെ ആ അന്ധകാരത്തിൽ നീ അർദ്ധരാത്രിക്ക് ജനനമെടുത്തപ്പോൾ, ഭയാനകമായ ആ സാഹചര്യത്തിൽ സമാധാനമായ ലോകത്തിൻ്റെ പ്രകാശമായ ഉണ്ണീശോയെ, നീ പിറന്നതുപോലെ ഇന്ന് ഞങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രകാശം നഷ്ടപ്പെട്ടു പോകുന്ന ഈ അവസരങ്ങളുടെ ഇടയിൽ, ഈ അവസ്ഥയിൽ ഉണ്ണിയായ ഈശോയെ, ഞങ്ങളോട് കരുണ തോന്നി ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ, ഭവനത്തിൽ നീ പിറക്കണമേ. ഞങ്ങൾക്ക് ഒരു രക്ഷകനെ ആവശ്യമാണ്. ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്രതിസന്ധികളെ മറികടക്കുവാൻ, ഞങ്ങളുടെ ജീവിതം സമാധാനപൂർണ്ണമുള്ളതാക്കാൻ, ഞങ്ങളുടെ ജീവിതം സകല സഹനങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും മറികടക്കാൻ ഉണ്ണിയായ ഈശോയെ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ നീ വന്നു വാഴണമേ. നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തിരിച്ചറിഞ്ഞ് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാലെ ഉണ്ണീശോയെ, ഇന്ന് ഞങ്ങളിൽ നീ വാഴണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്മസിൻ്റെ അനന്തമായ സമാധാനവും സ്നേഹവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശമാനമാക്കണമേ. സകല അന്ധകാരങ്ങളെയും കീഴ്പ്പെടുത്തത്തക്കവണ്ണം ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൽ നീ പിറക്കണമേ. നിന്റെ പ്രകാശവും സമാധാനവും ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ ഉന്നതമായ ജീവിതത്തിന് അർഹമാക്കണമേ. കാലിത്തൊഴുത്തിൽ പിറന്ന് ആ കന്നുകാലികളുടെ നടുവിൽ, ആ അന്ധകാരത്തിൻ്റെ നടുവിൽ, ആ ഒറ്റപ്പെട്ട അവസ്ഥയിൽ, ആരോരും സഹായത്തിനില്ലാതെ
യാതൊരു പരിചരണവും കിട്ടാതെ വേദനയിൽ, നിസ്സഹായതയിൽ, ഏകാന്തതയിൽ കഴിഞ്ഞ പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസേപ്പും ഉണ്ണിയായ ഈശോയെ നിന്നെ കണ്ടപ്പോൾ അവരുടെ എല്ലാ സഹനങ്ങളും വേദനകളും മറന്ന് നിന്നെ ആരാധിച്ചതുപോലെ ഈ രാത്രിയിൽ ഞങ്ങളും നിന്നെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തത്തക്കവണ്ണം ഉണ്ണിയായ ഈശോയെ ഇന്ന് രാത്രിയിൽ ഞങ്ങളിലും ഓരോരുത്തരിലും വന്ന് വാഴണമേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ, വേദനയിൽ, ഏകാന്തതയിൽ, നിസ്സഹായതയിൽ, ദുഃഖത്തിൽ, നിരാശയിൽ, ഭയത്തിൽ ഇവയെല്ലാം അതിജീവിക്കാൻ, ഇവയെല്ലാം മറികടക്കാൻ, ഇവയെല്ലാം കീഴ്പ്പെടുത്തുവാൻ കർത്താവേ ഞങ്ങൾക്ക് നീ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. ലോകത്തിൻ്റെ സമാധാനമല്ല, ശാശ്വതമായ നിന്റെ സമാധാനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നീ പോഷിപ്പിക്കണമേ. ഈ രാത്രിയിൽ എല്ലാവരുടെയും ഹൃദയം ദൈവസ്നേഹം കൊണ്ടും ദൈവത്തിൻ്റെ സമാധാനം കൊണ്ടും നിറയട്ടെ, സന്തോഷം കൊണ്ട് നിറയട്ടെ. ഉണ്ണിയായ ഈശോയെ കാണുന്ന എല്ലാവർക്കും നവജാത ശിശുവിൻ്റെ സന്തോഷവും നിഷ്കളങ്കതയും ലാവണ്യവും ലാളിത്യവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഈ രാത്രിയിൽ ഈ മക്കളെ നീ തൊട്ട് സുഖപ്പെടുത്തി ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുവാൻ, ആ ജനനത്തിൽ സന്തോഷിക്കുവാൻ, പാപങ്ങളെ ഉപേക്ഷിച്ച് നിത്യതയുടെ സന്തോഷവും ലാളിത്യവും പരിശുദ്ധിയും സ്വീകരിക്കുവാൻ ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധ യൗസേപ്പ് പിതാവേ, നിങ്ങൾ ഉണ്ണിയായ ഈശോയെ കാലിത്തൊഴുത്തിൽ നിങ്ങൾ എങ്ങനെ വരവേറ്റുവോ അതുപോലെ ഇന്ന് ഞാനും ഞങ്ങൾ ഓരോരുത്തരും, എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഉണ്ണീശോയുടെ വരവിൻ്റെ സന്തോഷം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഉണ്ണീശോനെ ഞങ്ങളും അതുപോലെ സ്വീകരിക്കാൻ, നിങ്ങളെപ്പോലെ ഞങ്ങളും സ്വീകരിക്കുവാൻ പരിശുദ്ധ അമ്മേ, വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്കും അനുഗ്രഹം നൽകണമേ. ആമേൻ. ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. യാതൊരു അപകടവുമില്ലാതെ അവരുടെ ഭവനങ്ങളിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് രാത്രിയിൽ ക്രിസ്തുവിൻ്റെ സകലവിധ നന്മകളും അനുഗ്രഹങ്ങളും സമാധാനവും സന്തോഷവും പ്രകാശവും നിറച്ച് ഈ രാത്രിയിൽ നമ്മെ പരിപോഷിപ്പിക്കട്ടെ, നമ്മെ സുഖപ്പെടുത്തട്ടെ, നമുക്ക് ശക്തി നൽകി സകല ഭയങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ നാം ഓരോരുത്തരും മോചിതരാകട്ടെ. നാളത്തെ പുലരിയിൽ ക്രിസ്മസ് ആഘോഷിക്കുവാൻ നാം ഓരോരുത്തരും കർത്താവ് ആയുസ്സും ആരോഗ്യവും നൽകി നമ്മെ ഉണർത്തി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.